വിശ്വാസികൾക്ക് ഇനി വിശുദ്ധിയുടെ നാളുകൾ റംസാൻ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നാളെ റമദാൻ വ്രതം ആരംഭം. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി ദൃശ്യമായതായി വിവിധ ഖാസിമാർ അറിയിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, വിശ്വാസികൾക്ക് ഇനി വിശുദ്ധിയുടെ നാളുകളാണ്. കേരളത്തിൽ മാസപ്പിറവി കണ്ടു, വിവരങ്ങൾ. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി കണ്ടതിനെ തുടർന്നാണ് നാളെ റമദാൻ ഒന്നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ പ്രഖ്യാപിച്ചത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള ഖാസിമാരാണ് നാളെ റമദാൻ ഒന്ന് ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. നാളെ മുതലുള്ള 30 ദിവസക്കാലം വിശ്വാസികളെ സംബന്ധിച്ച് ഇനി വ്രതാനുഷ്ഠാനത്തിന്റെ കഠിന വ്രതത്തിന്റെ നാളുകളാണ്. പകൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചും ഒപ്പം തന്നെ പ്രാർത്ഥനയിൽ മുഴുകിയും കഴിയുന്ന വിശ്വാസികൾ രാത്രി പിന്നീട് നോൻപ് മുറിച്ചതിന് ശേഷം നേരെ പള്ളികളിൽ പോയി തറാവീഹ് പോലുള്ള ദീർഘ നമസ്കാരങ്ങൾ നിസ്കരിക്കുകയും അത് കഴിഞ്ഞ് മറ്റ് പ്രാർത്ഥനകളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് റമദാൻ മാസത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞത് ഈ റമദാൻ മാസത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റ് മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലം ലഭിക്കുമെന്നൊരു വിശ്വാസം ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ നിർധനരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി സക്കാത്ത് പോലുള്ള ദാനധർമ്മങ്ങൾ നടത്തുന്ന ഒരു മാസം കൂടിയാണ്. മാത്രമല്ല, ചെയ്തു പോയ തെറ്റുകൾക്ക് ദൈവത്തോട് മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ തന്റെ സഹോദരനോട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റു മനുഷ്യരോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ ഒരു മാസത്തിന്റെ ഒരു പ്രത്യേകതയെ കാണുന്നത്. അങ്ങനെ പൂർണ്ണമായും ഒരു പുതിയ മനുഷ്യനായി വിശ്വാസി മാറുന്നു എന്നുള്ളതാണ് പൊതുവെ റമദാൻ മാസത്തിൽ കാണുന്നത്. മറ്റ് റമദാൻ മാസത്തിന്റെ ഒരു പ്രത്യേകത, ഇസ്ലാം മതവിശ്വാസികളുടെ ഏറ്റവും വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ അത് അവതരിപ്പിക്കപ്പെട്ട ഒരു മാസം കൂടിയാണ് റമദാൻ മാസം. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ പാരായണം സജീവമാക്കുന്ന ഒരു മാസം കൂടിയാണ്. പൂർണ്ണമായും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രികാലങ്ങളിൽ തറാവീഹ് അടക്കമുള്ള നിസ്കരിച്ചുകൊണ്ട് സക്കാത്ത് പോലുള്ള ദാനധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് പൂർണ്ണമായും സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്ത് പോരുന്ന ഒരു മാസം. കഴിഞ്ഞ 11 മാസങ്ങളിൽ ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം പുറത്ത് പിന്നീട് ദൈവത്തിങ്കിൽ വേദനയോടുകൂടി അത് അർപ്പിച്ച് പിന്നീട് ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ ജീവിതം തുടങ്ങുന്നു എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസം. 30 ദിവസം കഴിഞ്ഞ് ചെറിയ പെരുന്നാളോടുകൂടിയാണ് ഈ റമദാൻ മാസം കഴിഞ്ഞ് ശവ്വാൽ പിറ കാണുന്നതോടുകൂടിയുള്ള ചെറിയ പെരുന്നാളോടുകൂടിയാണ് ഈ റമദാൻ മാസത്തിന് അവസാനമാകുന്നത്. എന്തായാലും നാളെ റമദാൻ ഒന്നാണ് എന്ന് വിവിധ ഖാദിമാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. വൃന്ദ, ശരി. കേരളത്തിൽ നാളെ റമദാൻ വ്രതാരംഭം. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KM.